പ്രിയ പ്രേക്ഷകർക്ക് ആഷ് മീഡിയയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ന്യൂസ് അവറിലുള്ളത് പ്രഗത്ഭ പണ്ഡിതനും ആത്മീയ ആചാര്യനും എന്ന് അവകാശപ്പെടുന്ന ശ്രീ മാഗ്നറ്റ് ഉസ്താദാണ്. നമസ്കാരം. വലൈക്കും സലാം. അല്ല ഉസ്താദ്, ഈ വിഷയത്തിൽ പല ആളുകളും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പൊ ഉസ്താദിന്റെ പ്രതികരണം എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജാതി മതഭേദമന്യേ പ്രവർത്തിക്കുന്ന ഈടെയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അല്ല ഉസ്താദെ, 2 ദിവസം മുന്നേ ഒരു ന്യൂസ് ഒക്കെ സാഹോദര്യ പുരസ്കാരം താങ്കൾക്കാണ് ലഭിച്ചെന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? പത്രം ഞങ്ങള് ഷിറാസ് തന്നെ ഉപയോഗിക്കും. പത്രം സുരാസ് തന്നെ ഉപയോഗിക്കുള്ളൂ. പ്രശസ്തി പത്രം ആവശ്യമില്ല. ഇല്ല. 1,00,000 റുപ്യ എന്ന് പറയുന്നത് ഞാൻ പാവപ്പെട്ട നിർധരായ മുസ്ലിം സമൂഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ സാർ. എന്താണ്? നിങ്ങൾ ഈ ഒരു മതം ഒരു ജാതി ഒരു ദൈവം എന്ന് പറയുന്ന ശ്രീ നാരായണ ഗുരുവിന്റെ പേരിലുള്ള ഒരു പുരസ്കാരമാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരം നിങ്ങൾ നിങ്ങളുടേതായിട്ട് ജാതിക്കും മതത്തിനും വേണ്ടി ചെലവാക്കുന്നു പറയുന്നത് തന്നെ ഒരു ഭിന്നിപ്പല്ലേ? അങ്ങനാണെങ്കിൽ നമ്മൾ അനാഥാലയത്തിന് തന്നെ അങ്ങോട്ട് ചെലവഴിക്കും. പുസ്തകം പ്രേക്ഷകരിൽ 1-2 ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്, ഈ ഗൗരിപ്രിയ പദം ഉടനെ ഉണ്ടായിരിക്കുമോ അതോ അവൾക്ക് മോചനം ലഭിക്കുമോ? യമനിലല്ലേ? യമനിലുള്ള അത് ഞാനും ഫിറോസ് അലിയും കൂടി നമ്മളെ ഇലുമാളിന്റെ എം ഡി ഇല്ലേ, ഇലുമാളിന്റെ എം ഡി ഫിറോസ് അലിയും കൂടിയിട്ട് ചർച്ച നടത്തി അതിനുള്ള തുടർ നടപടികൾ ഇനി സ്വീകരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ മലയാളികൾക്ക് പ്രതീക്ഷിക്കാം ഉടൻ തന്നെ നമ്മുടെ ഗൗരിപ്രിയ ജയിൽ മോചിതനായി നാട്ടിലെടുത്തുള്ളൂ അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ റഹീം ഇതുപോലെ തന്നെ സൗദിയിൽ ജയിൽ കിടക്കുന്ന റഹീമിന് വേണ്ടി നിങ്ങൾ ഇതുപോലൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നും മറ്റൊരു സുഹൃത്ത് കമന്റിൽ വരുന്നുണ്ട്. അത് റഹീം നമ്മളെ കൂട്ടരല്ലേ? നമ്മളെ കൂട്ടരാണ്. നമ്മളെ കൂട്ടരാകുമ്പോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇതാവുമ്പോ റീച്ച് കൂടും, അതിന് റീച്ച് കുറയും. അതാണ് ഇതിന്റെ സത്യമായ അവസ്ഥ. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഉസ്താദിന് യാതൊരു മടിയില്ലേ? ഇല്ല, അവാർഡ് കിട്ടിയല്ലോ. പ്രിയ പ്രേക്ഷകരുടെ പേരിലും നമ്മുടെ ആഷ്മിയുടെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ഇത്തരം അസുഖബാധിതനായിട്ട് അങ്ങോട്ട് സംഭവിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രിയ പ്രേക്ഷകരോട് ഒരു നബിദിന സന്ദേശം എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് സന്തോഷം ആണ് ഈ സമയത്തിൽ ഇങ്ങനൊരു അവാർഡ് ലഭിച്ചതിലും. അതുപോലെ തന്നെ നമ്മളെ കൂട്ടര് മെയിനായിട്ട് കോലായിൽ അദ്ദേഹത്തിന് മേലെ കോലായി ഉണ്ടെങ്കിൽ അതിലും നല്ല മിന്നുന്ന ബൾബ് കത്തിക്കാൻ ശ്രമിക്കുക. ഈ കൊല്ലത്തെ നബിദിനം കളറാക്കാൻ ശ്രമിക്കുക. ക്യാമറ